ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാധാരമായി ഒരു തിരുവചന ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. മതി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. കർത്താവിന്റെ ദാസനിവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർപ്പിച്ചതായ വിഷയവുമായി ബന്ധപ്പെട്ട സ്തോത്രം ഈ പകൽക്കാലം ഞാൻ എടുത്തിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ദൈവത്തിനെ ചിന്തിക്കാം. അപ്പോസ്തലനായ ധന്യനായ സ്തോത്രം യോഹന്നാൻ സുവിശേഷാർത്ഥം പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ടു. വളരെ സ്തോത്രം ഹല്ലേലൂയ പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങളിലൂടെ തന്റെ ജീവിതത്തിൽ ഏകാന്തമായ പ്രതികൂലമായ അനുഭവങ്ങൾ പത്മോസിൽ താൻ അനുഭവിക്കുമ്പോഴും യോഹന്നാൻ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ദർശനം താൻ അവിടെ കാണുകയാണ്. ആമേൻ. സ്തോത്രം. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ തന്റെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളോ ഏകാന്തതയോ ഒന്നും തന്നെ സ്തോത്രം ക്രിസ്തു ദർശനം കാണുന്നതെന്ന് വിലക്കിയില്ല. ഹല്ലേലൂയ. എന്നാൽ നാം ഒരു കാര്യം ചിന്തിക്കണം. യേശുക്രിസ്തുവിനെ യോഹന്നാൻ ഇവിടെ ദർശനം കാണുമ്പോൾ ഹല്ലേലൂയ പരിപൂർണമായി തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് താൻ കാണുന്നത്. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന യോഹന്നാൻ അന്ന് യേശുവിനെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അവന്റെ കൈകളും കാലുകളും കണ്ണുകളും ഒക്കെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ താൻ പത്മോസിൽ യോഹന്നാൻ കാണുന്ന ക്രിസ്തു അന്ന് താൻ കണ്ട ക്രിസ്തുവല്ല, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. ആമേൻ. സ്തോത്രം. ലാസറിന്റെ കല്ലറയുടെ കവാടത്തിൽ കരഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ കണ്ണുകൾ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് താൻ കാണുന്ന കണ്ണുകൾ ആ കണ്ണുകളല്ല. ഹല്ലേലൂയ അഗ്നി ജ്വാലയ്ക്കെത്തുന്ന കണ്ണുകളാണ് യോഹന്നാൻ കാണുന്നത്. ആമേൻ. സ്തോത്രം. യോഹന്നാൻ യേശുവിന്റെ കാലുകൾ കണ്ടിട്ടുണ്ട്. മതമേലാളന്മാരും നാടുവാഴികളും സ്വേച്ഛാനുസൃതം ഉപയോഗിച്ച ശേഷം വേശ്യനെ വിരിച്ചു തള്ളി കയ്യിൽ കല്ലുമായി കൊല്ലുവാൻ കൊണ്ടുനിർത്തി അഭിസാരിയുടെ മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിന് നേരെ നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവിടെ കല്ലെറിയട്ടെ എന്നുള്ള ക്രിസ്തുവിന്റെ വാക്കിന് മുന്നിൽ സകലരും പോയപ്പോൾ യേശു തന്റെ കാലിലെ വിരലുകൾ കണ്ട് നിലത്തെഴുതിയപ്പോൾ ഒരുപക്ഷെ യോഹന്നാൻ യേശുവിന്റെ കാലുകൾ കണ്ടിരിക്കാം. എന്നാൽ ഇന്ന് താൻ കാണുന്ന കാലുകൾ ആ കാലുകളല്ല, വെള്ളത്തോടിന് സദൃശ്യമായ കാലുകൾ. ഹല്ലേലൂയ. യോഹന്നാൻ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്നപ്പോൾ ഹല്ലേലൂയ അന്നവന്റെ നെഞ്ചിൽ ഹല്ലേലൂയ ഒരു പൊൻകച്ച കണ്ടില്ല, അവന്റെ മാറിൽ ഒരു പൊൻകച്ച കണ്ടില്ല. എന്നാൽ ഇന്ന് യേശു ഹല്ലേലൂയ സ്തോത്രം പത്മോസിൽ യോഹന്നാൻ കാണുന്ന യേശു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഹല്ലേലൂയ അഗ്നി ജ്വാലയ്ക്കെത്തുന്ന കണ്ണുള്ളവനായി വെള്ളത്തോടിന് സദൃശ്യമായ കാലുള്ളവനായി യോഹന്നാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ യോഹന്നാൻ കേൾക്കുന്ന ശബ്ദം മഹാശബ്ദം ഹല്ലേലൂയ തന്റെ പിന്നിൽ ഉണ്ടായപ്പോൾ അതെന്താണെന്ന് അറിയുവാൻ താൻ തിരിഞ്ഞു നോക്കി. കേൾക്കുന്ന ശബ്ദം ഇതാണ്. ഹല്ലേലൂയ ഒരു പുതിയ യെരൂശലേം നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിരവധി ആത്മീയ മർമ്മങ്ങൾ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് കൂടാരം എന്നുള്ളത്. ആദ്യമായി ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടാരം കാണുന്നു, അവസാനമായി കൂടാരം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന കൂടാരം ഒരു മനുഷ്യന്റെ കൂടാരമായിരുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കൂടാരം ദൈവത്തിന്റെ കൂടാരമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ കൂടാരത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ കൂടാരത്തിന് പരിമിതികളില്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ കൂടാരത്തിൽ മരണം ഉണ്ടായിരുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ കൂടാരത്തിന് മരണമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ കാണുന്ന ആദ്യത്തെ കൂടാരം നമുക്ക് ദർശിക്കുവാനായി കഴിയുന്നത് നോഹയുടെ കൂടാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം നമുക്ക് വായിക്കാം. അതിന്റെ 4-ാമത്തെ വാക്യം. നോഹ തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം നോഹ ആരായിരുന്നു. നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും ആ തലമുറയിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട നോഹ. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സംസർഗം അനുഭവിച്ചവൻ, ദൈവം കൂടാരത്തിൽ ഇറങ്ങി വന്ന് നോഹയോട് സംസാരിച്ചവൻ. ഹല്ലേലൂയ. അങ്ങനെ ആ തലമുറയിൽ തന്നിൽ പകർന്നിരിക്കുന്ന കൃപകളാൽ വ്യത്യസ്തനാക്കപ്പെട്ട നോഹ. എന്നാൽ ഹല്ലേലൂയ കാലാന്തരത്തിൽ നോഹ പെട്ടകത്തിൽ ഇറങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിലെ വീഞ്ഞു കുടിച്ച് മതോന്മത്തനായി ഹല്ലേലൂയ കൂടാരത്തിൽ വിവസ്ത്രനായി കിടക്കുന്ന നോഹ നാം ദർശിക്കണം. ഹല്ലേലൂയ ഒരിക്കൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന കൂടാരത്തിൽ, ഒരിക്കൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന നോഹയുടെ കൂടാരത്തിൽ ഇപ്പോൾ അനുഗ്രഹം മാറി തന്റെ മക്കളെയൊക്കെ ശപിക്കുന്ന നോഹയെ കാണുവാൻ കഴിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? അതിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. എന്നാൽ ഇപ്പോൾ നോഹയുടെ കൂടാരത്തിൽ ഉല്ലാസം മാറി, ജയം മാറി, അനുഗ്രഹം മാറി, ശാപത്തിന്റെ കൂടാരമായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ദൈവകൃപ അനുഭവിച്ച നാം നമ്മുടെ കൂടാരത്തിന് ഉയർന്നത് എന്താണ്? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ശബ്ദമാണോ അതോ ശാപത്തിന്റെ വാക്കുകൾ
പ്രൈസ് ദി ലോർഡ്. മമ്രയുടെ തോപ്പിൽ ഹല്ലേലൂയ വെയിലാറിയപ്പോൾ ഒരു മനുഷ്യൻ കൂടാരവാതിൽക്കൽ ഇരിക്കുന്നു. അവൻ അബ്രഹാം ഹല്ലേലൂയ ദൈവത്തെ പിന്നെ കാണുന്നത് അബ്രഹാമിന്റെ കൂടാരത്തിലാണ്. എന്നാൽ കാലാന്തരത്തിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളൊക്കെ അതിന് വഴിപിടിച്ച വഴിയിലൂടെ നടന്ന് 400 വർഷത്തിൽ പരം വിപ്രവാസത്തിന് ഹല്ലേലൂയ ഫറവോന്റെ അടിമത്തത്തിന് വിധേയപ്പെട്ട ഈ ജനം അതിന് ദൈവകൃപയിൽ നകന്ന് ദൈവത്തെ ത്യജിച്ച് ദൈവശക്തിയിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് അബ്രഹാമിന്റെ കൂടാരവും തകർന്നു, നോഹയുടെ കൂടാരം തകർന്നു, അബ്രഹാമിന്റെ കൂടാരം തകർന്നു. അടുത്തതായി കാണുന്നത് മോശയുടെ കൂടാരമാണ്. അതിന് സമാഗമന കൂടാരം ഹല്ലേലൂയ മോശയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ടതിനാൽ അതിനെ മോശയുടെ കൂടാരം എന്ന് പറയുന്നു. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ആ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ചരിത്രം കാണുവാനേ കഴിയും. ആ സർവശക്തനും സാധാരണക്കാരനും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ സമാഗമന കൂടാരത്തിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മോശ മരിച്ചു. ഹല്ലേലൂയ അവസാനമായി മോശയുടെ കൂടാരം കാണുന്നത് ഗിബെയോനിലാണ്. പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 15ഉം 16ഉം അധ്യായങ്ങളിൽ ഇതിന്റെ ചരിത്രമുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ മോശ മരിച്ചു, മോശയുടെ കൂടാരവും തകർന്നു. അവസാനമായി ഗിബെയോനിൽ കാണുന്ന കൂടാരത്തിന് സ്തോത്രം ദാവീദിന്റെ കാലഘട്ടം വന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കൂടാരവും പ്രാകാരവും സ്തോത്രം അതിവിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമുണ്ട്. അവിടെ പ്രമാണമില്ലായിരുന്നു. അവിടെ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിലേക്ക് പിടിക്കപ്പെട്ടു. എന്നാൽ ഒരു അഭിഷക്തനത് കണ്ടിരിക്കുവാൻ കഴിയത്തില്ല. അവൻ പെട്ടകം അന്വേഷിച്ചിറങ്ങി. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ദാവീദ് ഹല്ലേലൂയ നോക്കണമേ ഗിബെയോനിൽ ഹല്ലേലൂയ മോശയുടെ അവസാനത്തെ കൂടാരം അടിച്ചപ്പോൾ അതേ സമയത്ത് തന്നെ ദാവീദ് മറ്റൊരു കൂടാരം യെരൂശലേമിൽ അടിച്ചു. ദാവീദിന്റെ കൂടാരം 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 1-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. മതി. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിൽ അതിനെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന് മോശയുടെ കൂടാരത്തിൽ അതിന് ആരാധനയും യാഗങ്ങളും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ പെട്ടകം നഷ്ടപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ മറ്റൊരിടത്ത് ഹല്ലേലൂയ ദാവീദ് ഒരു കൂടാരം അടിച്ചു. അതിൽ പെട്ടകം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഗിബെയോനിൽ നിന്ന് യെരൂശലേമിലേക്ക് അഥവാ മോശയുടെ കൂടാരത്തിൽ നിന്ന് ദാവീദിന്റെ കൂടാരത്തിലേക്ക് വെറും 8 മൈൽ മാത്രം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ദൂരമുണ്ടെങ്കിലും ഗിബെയോനിൽ നിന്ന് സ്തോത്രം മോശയുടെ കൂടാരത്തിൽ നിന്ന് യെരൂശലേമിൽ ദാവീദിന്റെ കൂടാരത്തിലേക്ക് വലിയ വ്യത്യാസമുണ്ട്. ആരാധനാ രീതികൾക്ക് വ്യത്യാസമുണ്ട്, പ്രാർത്ഥനകൾക്ക് വ്യത്യാസമുണ്ട്, ജീവിതത്തിന് വ്യത്യാസമുണ്ട്. എന്നാൽ ഈ പകൽക്കാലം നാം ചിന്തിക്കണം, നാം ഏത് കൂടാരത്തിൽ? പ്രൈസ് ദി ലോർഡ്. ഗിബെയോനിലെ മോശയുടെ കൂടാരത്തിലോ ദാവീദിന്റെ കൂടാരത്തിലോ? കാരണം ഗിബെയോനിലെ കൂടാരത്തിൽ ഹല്ലേലൂയ ആ സ്തോത്രം എല്ലാ ആർഭാടങ്ങളുമുണ്ട്, സകലവിധ നന്മകളുമുണ്ട്, പ്രാകാരമുണ്ട്, യാഗമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ യാഗമൃഗങ്ങളെ നമുക്ക് അവിടെ കാണാം. എന്നാൽ അവിടെ നഷ്ടപ്പെട്ട ഒരു പ്രമാണമുണ്ട്. എന്നാൽ അവിടെ നഷ്ടപ്പെട്ട ഒരു പെട്ടകമുണ്ട്. ഈ സ്തോത്രം ഹല്ലേലൂയ യെരൂശലേമിൽ ദാവീദിന്റെ കൂടാരത്തിൽ പ്രാകാരമില്ലെങ്കിലും ഹല്ലേലൂയ വലിയ ആർഭാടമില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് അവിടെ സ്തോത്രം ദൈവത്തിന്റെ പെട്ടകമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ പ്രമാണമില്ലാത്ത ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഗിബെയോനിലെ ആരാധനയിൽ ദൈവപ്രസാദമില്ല. പെട്ടകം നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ദാവീദ് ഒരു സ്തോത്രമല്ലി പെട്ടകം കൊണ്ടുവന്ന് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് യെരൂശലേമിൽ അതിനായി അടിച്ചിരിക്കുന്ന കൂടാരത്തിൽ വെച്ചു. ഇനി ഇവിടെ 2 രീതിയിലുള്ള ആരാധനകൾ കാണുവാനായി കഴിയും. സ്വതന്ത്രം ഗിബെയോനിലെ ആരാധന ഭയത്തിന്റെ ആരാധനയ. സാധാരണക്കാരൻ അവിടെ ചെല്ലുവാൻ സ്വതന്ത്രം ഭയപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. കാരണം മഹാപുരോഹിതന് പോലും വർഷത്തിൽ ഒരു പ്രാവശ്യം പെട്ടകത്തിന്റെ മുന്നിൽ എത്തപ്പെടുവാൻ അവസരം ലഭിച്ചിരുന്നപ്പോൾ ഇവിടെ ഹല്ലേലൂയ ദാവീദ് കൊണ്ടിരുന്ന സ്വതന്ത്രം ഈ ദാവീദിന്റെ കൂടാരത്തിൽ അതിൽ പെട്ടകത്തിന് മുന്നിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ദാവീദ് ആ സ്വതന്ത്രം ആരാധനയ്ക്ക് ഒരു പുതിയ മാനം കണ്ടെത്തി, ആരാധനയ്ക്ക് ഒരു പുതിയ വിശദീകരണം കണ്ടെത്തി. ദാവീദിന്റെ കൂടാരത്തിലേക്ക് ചെന്നാൽ ജനങ്ങളെല്ലാം സ്തുതിച്ച് ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൽ പ്രമാണത്തിന്റെ മുന്നിലുള്ള ആരാധന, പെട്ടകത്തിന്റെ മുന്നിലുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ സ്വതന്ത്രം ഗിബെയോനിലെ ആരാധന, പെട്ടകമില്ലാത്ത ആരാധന. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ കൂടാരങ്ങളിൽ ഹല്ലേലൂയ നാം